നമസ്കാരം. സ്റ്റെപ്പ് കിറ്റ് ഫിറ്റിംഗ് തയ്യാറാക്കുന്നതിനും ജോബ് പരീക്ഷിക്കുന്നതിനുമുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷൻ്റെ ലക്ഷ്യം നോക്കാം. ഈ സെഷൻ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഇവയൊക്കെ ചെയ്യാനാകും. ±0.02 mm കൃത്യതയിൽ ഉപരിതലങ്ങൾ ഫ്ലാറ്റ്, സ്ക്വയർ ഫയൽ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് ഡയമെൻഷൻ ലൈനുകൾ അടയാളപ്പെടുത്തുക. ഡ്രോയിങ് അനുസരിച്ച് ഹബ്ബ്, ഷാഫ്റ്റ്, സ്റ്റെപ്ഡ് കീ എന്നിവ തയ്യാറാക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഫിറ്റ് ചെയ്യുക. ഫിനിഷ് ആൻഡ് ഡീബർ. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും ഇവയാണ്: സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ, സർഫേസ് ടേബിൾ, വെർനിയർ ഹൈറ്റ് ഗേജ്, ഫയൽ സെറ്റ്, മാർക്കിംഗ് മീഡിയ, സെൻറ്റർ ലേത്ത്, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, ഡോട്ട് ആൻഡ് സെൻറ്റർ പഞ്ചസ്, ബൾ പീനർ ഹാമർ, സെൻറ്റർ ഡ്രിൽ, ട്വിസ്റ്റ് ഡ്രിൽ, വി ബ്ലോക്ക്, യു ക്ലാമ്പ്, ബെഞ്ച് വൈസ്, വെർനിയർ കാലിപ്പർ. പാർട്ട് 1 തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയൽ അളവുകൾ പരിശോധിക്കുക. ഭാഗം 1 50 mm വ്യാസവും 50 mm നീളവുമുള്ള മൊത്ത വലിപ്പത്തിൽ സമാന്തരതയും ലംബതയും നിലനിർത്തിക്കൊണ്ട് ഫയൽ ചെയ്ത് തയ്യാറാക്കുക. ഡ്രോയിങ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഭാഗം 1 അടയാളപ്പെടുത്തുക. ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ എന്നുപയോഗിച്ച് വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. ലെയ്ത്തിൽ 3 ജോ ചെക്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക. ഫേസ് ടേൺ ചെയ്യുക. വ്യാസം 46 mm പ്ലെയിൻ ടേൺ ചെയ്യുക. ജോബിൻ്റെ പുറം ഭാഗം 2 mm × 45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ജോബിൻ്റെ മധ്യഭാഗം കണ്ടെത്തുന്നതിന് സെൻറ്റർ ഡ്രിൽ ചെയ്യുക. ടെയിൽ സ്റ്റോക്കിലുള്ള ഡ്രിൽ ചക്കിൽ 6 mm വ്യാസമുള്ള ഡ്രിൽ ഉറപ്പിച്ച് പൈലറ്റ് ഹോൾ ഡ്രിൽ ചെയ്യുക. 12 mm വ്യാസമുള്ള ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് മുമ്പ് ഡ്രിൽ ചെയ്ത ദ്വാരം വലിപ്പം വർദ്ധിപ്പിക്കുക. ഒരു ബോറിംഗ് ടൂൾ ഉപയോഗിച്ച് 25 mm വ്യാസത്തിൽ ദ്വാരത്തിലൂടെ ഡ്രിൽ ചെയ്ത് ബോർ ചെയ്യുക. 25 mm വ്യാസമുള്ള ദ്വാരത്തിൻ്റെ അറ്റം 2 mm × 45 ഡിഗ്രി ആയി ചാംഫർ ചെയ്യുക. ജോബ് റിവേഴ്സ് ചെയ്ത് ലെയ്ത്ത് ചക്കിൽ ഹോൾഡ് ചെയ്യുക. ജോബ് 46 mm വ്യാസത്തിലേക്ക് ടേൺ ചെയ്യുക. മറ്റേ അറ്റം ഫേസ്റ്റ് ടേൺ ചെയ്യുക. അതോടൊപ്പം ഡ്രോയിങ് അനുസരിച്ച് നീളം നിലനിർത്തുക. ഡ്രോയിങ് അനുസരിച്ച് ജോബിൻ്റെ പുറത്തെയും അകത്തെയും എൻഡുകൾ 2 mm × 45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാർട്ട് 1-ൽ കീവേ അടയാളപ്പെടുത്തുക. ഫേസിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് വരകൾ അടയാളപ്പെടുത്തുക. ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ എന്നുപയോഗിച്ച് മാർക്ക് ചെയ്ത ലൈനുകൾക്കനുസരിച്ച് വർക്ക് പീസ് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് പാർട്ട് 1-ൽ കീവേ ഫയൽ ചെയ്യുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് കീവേ വലിപ്പം പരിശോധിക്കുക.
അടുത്തതായി പാർട്ട് 2 തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയൽ അളവുകൾ പരിശോധിക്കുക. 30 mm വ്യാസമുള്ള 50 mm നീളമുള്ള മൊത്ത വലിപ്പത്തിൽ സമാന്തരതയും ലംബതയും നിലനിർത്തിക്കൊണ്ട് ഭാഗം 2 ഫയൽ ചെയ്ത് തയ്യാറാക്കുക. ഡ്രോയിംഗ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഭാഗം 2 അടയാളപ്പെടുത്തുക. ഡോട്ട് പഞ്ച് ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. ലേത്തിൽ 3 ജോ ചക്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക. ഫേസ് ടേൺ ചെയ്യുക. 25 mm വ്യാസം ലഭിക്കാൻ പ്ലെയിൻ ടേൺ ചെയ്യുക. ജോബിൻ്റെ പുറം ഭാഗം 2 mm × 45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ജോബ് റിവേഴ്സ് ചെയ്ത് ലേത്ത് ചക്കിൽ ഹോൾഡ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ആവശ്യമായ 45 mm നീളം നിലനിർത്തിക്കൊണ്ട് ജോബിൻ്റെ മറ്റേ അറ്റം ഫേസ് ടേൺ ചെയ്യുക. ജോബിൻ്റെ മറ്റേ അറ്റം 2 mm × 45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ഫേസിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് വരകൾ അടയാളപ്പെടുത്തുക. ഡോട്ട് പഞ്ച് ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ലൈനുകൾക്കനുസരിച്ച് വർക്ക് പീസ് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാർട്ട് 2-ൽ കീവേ ഫയൽ ചെയ്യുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് കീവേ വലിപ്പം പരിശോധിക്കുക. അടുത്തതായി പാർട്ട് 3 തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമം നമുക്ക് പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയലിൻ്റെ അളവുകൾ പരിശോധിക്കുക. $12 mm × 8 mm ക്രോസ് സെക്ഷനും 45 mm നീളമുള്ള മൊത്ത വലിപ്പത്തിൽ പാർട്ട് 3 ഫയൽ ചെയ്ത് തയ്യാറാക്കുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർനെസ്സും ഫ്ലാറ്റ്നെസ്സും ഉറപ്പാക്കുക. ഡ്രോയിങ് അനുസരിച്ച് യൂണിവേഴ്സൽ സർഫേസ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 3 മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ച് ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. ഹാക്സോ ചെയ്ത് അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. ഡ്രോയിംഗ് പ്രകാരമുള്ള വലിപ്പത്തിലും രൂപത്തിലും ഇത് ഫയൽ ചെയ്യുക. ഫിനിഷ് ഫയൽ ചെയ്ത് സ്റ്റെപ്ഡ് കീയുടെ എല്ലാ കോണുകളിലെയും ബറുകൾ നീക്കം ചെയ്യുക. പാർട്ട് 1, 2 എന്നിവ ഒരുമിച്ച് അസംബിൾ ചെയ്ത് ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത് പോലെ കീവേ സ്ലോട്ടിലേക്ക് സ്റ്റെപ്പ് കീ ഫിറ്റ് ചെയ്യുക. അല്പം ഓയിൽ പുരട്ടി മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. റീക്യാപ്പ് ചെയ്യാൻ നമ്മൾ പഠിച്ചത്: ±0.02 മില്ലിമീറ്റർ കൃത്യതയിൽ ഉപരിതലങ്ങൾ ഫ്ലാറ്റ് സ്ക്വയർ ഫയൽ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് ഡയമെൻഷൻ ലൈനുകൾ അടയാളപ്പെടുത്തുക. ഡ്രോയിങ് അനുസരിച്ച് ഹബ്ബ്, ഷാഫ്റ്റ്, സ്റ്റെപ്ഡ് കീ എന്നിവ തയ്യാറാക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഫിറ്റ് ചെയ്യുക. ഫിനിഷ് ആൻഡ് ഡിബർ. അപ്പോൾ സ്റ്റെപ്പ് കിറ്റ് ഫിറ്റിംഗ് തയ്യാറാക്കുന്നതും ജോബ് പരീക്ഷിക്കുന്നതും സംബന്ധിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. എല്ലാ എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.